പാലക്കാട് മംഗലം ഡാം വ്യാപാര ഭവന്റെ മുന്നിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം ഭാഗികമായി തകർന്നു. സമീപത്തെ പുരയിടത്തിലും നാശനഷ്ടങ്ങളുണ്ട്. ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി. പാലക്കാട് അട്ടപ്പാടി പെട്ടിക്കല്ല് ഭാഗത്ത് മുളംകൂട്ടം വൈദ്യുതി കമ്പിയിൽ വീണു. പ്രദേശത്ത് വൈദ്യുതി തടസ്സം നേരിട്ടിരിക്കുകയാണ്. പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മരമാണ് കടപുഴകി വീണത്. വ്യാപാര ഭവന്റെ മുകളിലാണ് കുറ്റൻ മരം കടപുഴകി വീണത്. നമ്മളോടൊപ്പം ഗോകുൽ വി എസ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ മരം കടപുഴകി വീണുള്ള അപകടമാണ് മഴ കനക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഇപ്പോഴാ നമുക്ക് കാണാം, ഒരു ഭീമൻ മരമാണ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വീണിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റിടങ്ങളിൽ നിന്നുള്ള വാർത്തകളും? മാധു, അതായത് ഏറ്റവും പുതിയതായി നമുക്ക് ഒരു ചെറിയ തിരുത്തുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന കൂറ്റൻ മരം മുനിസിപ്പൽ സ്റ്റാൻഡിൽ വീണതാണ്. വ്യാപാര ഭവനിൽ, വടക്കഞ്ചേരി വ്യാപാര ഭവനിലും മരം വീണിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവമാണിത്. മുനിസിപ്പൽ സ്റ്റാൻഡിന് മുന്നിലാണ് മരം വീണത്. മരം വീണ് ഗതാഗതം ഏകദേശം തടസ്സപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർണ്ണമായി തന്നെ മുറിച്ചു മാറ്റി എന്ന് പറയാം. ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇതൊരു ടാക്സി സ്റ്റാൻഡാണ്, മുനിസിപ്പൽ സ്റ്റാൻഡിന് അടുത്തുള്ള ടാക്സി സ്റ്റാൻഡാണ്. ഈ ടാക്സി സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ മരം വീണ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ ടാക്സി ഓടിക്കുന്ന ഒരു ചേട്ടൻ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഈ വീഴുന്ന സമയത്ത് ഇവിടെ വാഹനമൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമൊന്നും പറ്റിയില്ല അല്ലേ? ആർക്കില്ല, ഒരു ലേഡീസ് ഉണ്ടായിരുന്നു ഫാമിലി. ഒരു സ്ത്രീനെ അവിടെ ഇറക്കി വിടലും അയാൾ തിരിച്ചു പോകലും ആ മരം വീഴലും ഒന്നിച്ചായിരുന്നു. കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് രക്ഷപ്പെട്ടു. ഈ രീതിയിൽ അപകടമുള്ള വേറെ മരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഒരുപാടുണ്ട് അപകടങ്ങൾ ഉള്ളത്. ഒക്കെ ഇങ്ങോട്ട് ചാരി നിൽക്കുകയാണ്. അവിടെ എന്താ ഇലക്ട്രിക്കിൻ്റെ ഇല്ലാത്ത കാരണം ആൾക്കാർ രക്ഷപ്പെട്ടു. ഈ ഭാഗത്താണെങ്കിൽ അത് ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റുകളൊക്കെ ഉള്ളതാണ്. ഇവിടെയൊക്കെ ടാക്സി കാറുകൾ വരും, കുറച്ച് ഇവിടെയൊന്നും വരില്ല. അപ്പുറത്തെ ഉള്ളൂ, ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തും മരങ്ങൾ കുറേ നിൽക്കുന്നുണ്ടല്ലേ? കുറേ നിൽക്കുന്നുണ്ട്. ഡേഞ്ചർ പിടിച്ച മരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൂറ്റൻ മരം വീണു. ഈ സമയത്ത് ഇവിടെ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടോ, ഈ ഇതുപോലെ തന്നെ ഭീഷണിയായി സമാനമായ പല മരങ്ങളും ഈ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ എത്രമാത്രം ബലമുണ്ട് ആ മരങ്ങൾക്കൊക്കെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരു പടുകൂറ്റൻ മരമാണ് കടപുഴകി വീണത്. തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗതാഗതം ആദ്യം പൂർണ്ണമായും തന്നെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് മരം വീണു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഒരു വശം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മുഴുവനായി തന്നെ, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗവും ഈ മരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുറിച്ചു മാറ്റാനുണ്ട്. അതേസമയം തന്നെ ഇവിടെ മരം വീണതോടൊപ്പം തന്നെ വടക്കഞ്ചേരി മംഗലം ഡാമിൻ്റെ വ്യാപാര ഭവന് മുകളിലും മരം വീണ് കെട്ടിടം ഭാഗികമായി തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പ്രദേശത്തെ കുടിവെള്ള വിതരണമടക്കം നശിക്കുന്ന, അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധമടക്കം താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ശരി, ഗോകുൽ ദേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ രണ്ടിടത്താണ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സമീപത്തും അതിനോടൊപ്പം തന്നെ വ്യാപാര ഭവന്റെ അടുത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കുറേ നേരം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്ത്. അതിപ്പോൾ മരം മുറിച്ചു മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ.